ഹലോ, ഇന്ന് നല്ല ഹാപ്പി ഡേ ആട്ടാ. ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ ഒരു കൊല്ലത്തിന് ശേഷം ഉണ്ണിനെ കാണാൻ വന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ഔട്ടിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു. ഹൈലൈറ്റ് മാളിലേക്ക് ആട്ടാ ഞങ്ങൾ പോയേ. മാളിലെത്തി കുറച്ച് നേരം എക്സ്കലേറ്ററിലൊക്കെ കയറി ഒന്ന് ചുറ്റി നടന്നു. എക്സ്കലേറ്ററിൽ കയറാൻ എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല പേടിയാട്ടാ. എനിക്കൊരു ടെൻഷൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. ശമ്പൂട്ടനെ എടുത്ത് നടന്നുകൊണ്ടിരുന്നത് ചേച്ചിയാട്ടാ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10-12 മണിയായി. കാരണം തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് ആദ്യം തന്നെ പോയത്. ശമ്പൂട്ടിന് അവിടെ നിന്ന് ഒരു ബലൂൺ കിട്ടി. കുറച്ച് നേരം ബലൂണും കളിച്ചൊക്കെ നിന്നു. അവിടെ ഒരു അരമണിക്കൂറെങ്കിലും പിടിച്ചു ഫുഡൊക്കെ എല്ലാതും എത്താനായിട്ട്. കുറച്ച് നേരം ഫുഡ് കോർട്ടിലൊക്കെ കിടന്ന് നടന്ന് പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ജയ്ഷു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നൂഡിൽസ് വരാൻ കുറച്ച് നേരം വൈകി. ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഒരു കൊല്ലത്തിന് ശേഷമൊക്കെ കാണണതല്ലേ ജയ്ഷുവിനെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ശമ്പൂട്ടൻ ഫുഡ് തന്നെയൊക്കെ വാരി കഴിക്കും കേട്ടോ. പക്ഷെ പപ്പടം കണ്ടു കഴിഞ്ഞാൽ അവൻ ചോറൊന്നും അധികം കഴിക്കില്ല. പിന്നെ പപ്പടം തന്നെയാണ് കഴിക്കുക. ഫുഡ് അടിക്ക് കഴിഞ്ഞ് ഞാനും ചേച്ചിയും വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് ദഹിക്കണ്ടേ. ഞാനും ചേച്ചി ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതൊക്കെ വളരെ റെയറാണ് കേട്ടോ. പണ്ട് മുതലേ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര തല്ലുകൂടിയ ആളുകളാണ്. പക്ഷേ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണോ ഇങ്ങനെയാണെന്ന് അറിയില്ല, ഭയങ്കര കൂട്ടായി. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലേക്കാണ് പോയത്. ശംഭു അവിടെ ഓടി നടന്നും കളിച്ചും നല്ല ബിസി ആയിരുന്നു. ഇടയ്ക്ക് ശമ്പൂട്ടൻ്റെ കൂടെ ഞാനും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ പാർക്കിലൊക്കെ കയറിയപ്പോൾ ചെറിയ കുട്ടികളുടെ പോലെയായിരുന്നു. കാരണം വലിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും കയറാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുന്നതിനിടയിൽ ഒരു അമ്മാമ്മേനെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുവന്നത് കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പണ്ട് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പൂരത്തിനൊക്കെ പോയപ്പോൾ ഒരു അമ്മാമ്മേനെ കൈ പിടിച്ച് ആളുടെ മോൻ കൊണ്ടുവരാം. അപ്പം അമ്മ പറയാ മുൻജന്മ സുഹൃതം ചെയ്ത അമ്മയാണ് ആ അമ്മാമ്മന്ന്. കാരണം മക്കളിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവന്ന് പൂരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നണം അതിനൊന്നും നേരമില്ല എന്ന് തോന്നുന്നുണ്ട് ആളുകൾക്ക്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ കൊണ്ടുവരണ അമ്മമാർക്കും കൂടി താല്പര്യം വേണം, എനിക്ക് പൂരം കാണണം, എനിക്ക് കാഴ്ചകൾ കാണണമെന്ന്. പിന്നെ ഞാനും അമ്മയും ജയ്ഷും കൂടിയിട്ട് ഒരു മസാജ് ചെയറിലിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തു കേട്ടോ. കാരണം വയ്യാണ്ടായി. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പാർക്കിൽ കയറിയതോടുകൂടി എല്ലാവർക്കും വയ്യാണ്ടായി. നന്നായി എൻജോയ് ചെയ്തു. ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ ജയ്ഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ കയറി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. വലിയൊരു ട്രിപ്പൊന്നും അല്ല കേട്ടോ അത്. പക്ഷെ എല്ലാവരും കൂടി കുറച്ച് നേരം ഹാപ്പിയായി സ്പെൻഡ് ചെയ്ത ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഓക്കെ, ബൈ.